ഹലോ എവരി വൺ, എല്ലാവർക്കും കൊമേഴ്സ് പി വൈ ക്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, നെയിം ദ സ്ലോപ്പ് ഓഫ് ദ PPC. ഇത് 2 മാർക്കിന് മാർച്ച് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നമുക്ക് പറയാം. PPC എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ 2 സർവീസസിൻ്റെയോ മാക്സിമം കോമ്പിനേഷൻ ആണ്. അതൊരു എക്കണോമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരു എക്കണോമിക്ക് എന്തൊക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം? അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ടും ടെക്നോളജി വെച്ചിട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ 2 സർവീസസിൻ്റെയോ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ PPC എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റണം? നല്ല എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ സ്ലോപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് MRT, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി? ഇത് 3 മാർക്കിനും അതുപോലെ 5 മാർക്കിനും നമ്മുടെ അടുത്ത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. മാർച്ച് 2021 അതുപോലെ മോഡലിനും ഒക്കെ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം ക്വാണ്ടിറ്റീസിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ എക്കണോമി എന്തിനു വേണ്ടി ഡിസൈഡ് ചെയ്യണം? എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് എക്കണോമി ഡിസൈഡ് ചെയ്യണം. എന്തിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്? നമുക്ക് കൈവശമുള്ള നമ്മുടെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് നോക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും ആയിരിക്കും ഈ ഒരു ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലം ആണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു ടെക്നോളജിക്കൽ ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് 2 തരത്തിലുള്ള ടെക്നോളജി ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഒരു കൺട്രിയിൽ കൂടുതൽ ലേബറേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ, അതായത് അവർ ഈ മെഷീൻസിന് പകരം കൂടുതൽ ഈ പണിക്കാർ വെച്ചിട്ടാണ് ഓരോരോ പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് വിളിക്കാം. അപ്പോൾ അവർക്കൊരു ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയിൽ ഡിപ്പെൻഡ് ചെയ്യാം. നേരെ മറിച്ച് ഒരു കൺട്രി മൊത്തത്തിൽ മെഷീൻസ് വെച്ചിട്ടാണ് ഓരോരോ പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺട്രിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിയിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതാണ് രണ്ടാമത്തത്, ഹൗ ടു പ്രൊഡ്യൂസ്. മൂന്നാമത്തെ പ്രോബ്ലമാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം ക്വാണ്ടിറ്റീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു. അതുപോലെ അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബേസിക്കലി ഇവിടെ പറയുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും സർവീസസും ആൾക്കാർക്ക് എന്തിൻ്റെ ബേസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ചോദിക്കാൻ 100% സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഐഡൻറ്റിഫൈ ദ കർവ് ഗിവൺ ബിലോ, വാട്ട് ഇസ് ദ പോയിൻറ്റ്സ് A, B, C റെപ്രസെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കർവ് ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെ തരും. അതുപോലെ തന്നെ A, B, C എന്നുള്ള പോയിൻറ്റ്സ് തരും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കർവ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ A, B, C എന്നുള്ള പോയിൻറ്റ്സ് എന്താണ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കർവ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്, PPC ആണ്. ചില ക്വസ്റ്റ്യനിൽ എന്താണ് PPC എന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ PPCയുടെ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലും അല്ലാത്ത സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് PPC എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഒരു കർവ് വന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് എന്തായാലും PPC ആണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി ഓരോ പോയിൻറ്റും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഓരോന്നായിട്ട് എഴുതണം. അതായത് ആ കേവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കേവിൽ ഉള്ള പോയിൻ്റ്, ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ പോയിൻ്റ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്ന് നമുക്ക് പറയാം. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ഇത് അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ആ കേവിൽ ഉള്ള പോയിൻറ്റിനെ, എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റിനെ നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറയാം. ഇനി കേവിൻ്റെ പുറത്തുള്ള പോയിന്റ്, ദാറ്റ് ഈസ് ബി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് കേവിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് C ആണ്. C എന്നുള്ള പോയിന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്
കാണിക്കുന്നത്. ഇതേപോലെ സെയിം ആയിട്ട് മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഈ ലെറ്റേഴ്സ് കാര്യങ്ങളൊന്നും മാറേ ഉള്ളൂ. അപ്പം സെയിം ആൻസർ തന്നെ നിങ്ങൾക്ക് എഴുതാം. കർവിലുള്ള പോയിന്റിനെ ഫുള്ളർ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, പുറത്തുള്ള പോയിന്റിനെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ഉള്ളിലുള്ള പോയിന്റിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി ടു ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ല, 3 എക്കണോമിനെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആ 3 എക്കണോമി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് പറ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ 2 ഫീച്ചേഴ്സ് പറയാനായിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, ഇവിടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്, അതായത് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഗുഡ്സിൻ്റെ സർവീസസിൻ്റെ കൺസംഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ആരായിരിക്കും എടുക്കുന്നത്? ഗവൺമെൻറ് ആണ് എടുക്കുന്നത്. അതുപോലെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് എന്തിലാണ്? സോഷ്യൽ വെൽഫെയറിലാണ്, സാമൂഹ്യ ക്ഷേമത്തിനാണ് ഇവരുടെ കൂടുതൽ വെൽഫെയർ. അപ്പോൾ അതാണ് 2 ഫീച്ചേഴ്സ്. ഇത് 2 മാർക്കിനാട്ടോ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ മാർക്കറ്റ് എക്കണോമി. ഇതും 2 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. മാർക്കറ്റ് എക്കണോമി അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം, ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഇവിടെ മിക്ക ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും ആണ്, അല്ലാതെ ഗവൺമെൻറ് അല്ല. ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇൻ്റർവെൻഷൻ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും അഥവാ കുറവായിരിക്കും. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും ആണ്. അതായത് രണ്ടാമത്തെ പോയിന്റ് പ്രൈസ് മെക്കാനിസം. ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈയും ഡിമാൻഡിനും അനുസരിച്ചായിരിക്കും, അതിനെ അഫക്റ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് ഇടുന്നത്. അതാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇൻ വിച്ച് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇസ് അഫക്റ്റഡ് ബൈ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈയും ഡിമാൻഡിനും അനുസരിച്ചായിരിക്കും ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസും. അതാണ് പ്രൈസ് മെക്കാനിസം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും മിക്സ്ഡ് എക്കണോമിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ മിക്സ്ഡ് എക്കണോമിയുടെ ഡിഫറൻസ് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. മിക്സ്ഡ് എക്കണോമിയിലാണെങ്കിൽ രണ്ടും ഉണ്ടാവും, പബ്ലിക് സെക്ടറും ഉണ്ടാവും, പ്രൈവറ്റ് സെക്ടറും ഉണ്ടാവും. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്ഷനാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. മിക്സ്ഡ് എക്കണോമിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റും ഏൺ ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയറും വേണം എന്നാണ് അവരുടെ എയിം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. മിക്സ്ഡ് എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയും അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ്ങിലൂടെയുമാണ്. സോ മിക്സ്ഡ് എക്കണോമി എന്ന് പറയുന്നത് ഈ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെയും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും ഒരു മിക്സാണ് മിക്സ്ഡ് എക്കണോമി. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഈസി ആയിട്ടുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മാർക്കറ്റ് എക്കണോമി ആൻഡ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. അത് നമുക്ക് ആൻസർ നോക്കാം. സോ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും സെൻട്രലി പ്ലാൻഡ് എക്കണോമി തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ വേറെ പേരെന്താണ്? മാർക്കറ്റ് എക്കണോമി എന്നാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പം അതും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ വേറെ പേരെന്താണ്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും, സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ പബ്ലിക് സെക്ടറാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ എയിം എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആണ്. അതുപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ആരാണ്? പ്രൈസ് മെക്കാനിസം, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. സെൻട്രൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ എക്കണോമി ക്യാൻ ബി സോൾവ് ത്രൂ ഡിഫറെൻറ്റ് വേസ് ബൈ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ്. A. Which are the important economic system? B. How each system solves the central problems. ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് സിസ്റ്റംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ 3 പേര് എഴുതി വെക്കുക. ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അഥവാ മാർക്കറ്റ് എക്കണോമി, സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമി, പിന്നെ മിക്സ്ഡ് എക്കണോമി. അങ്ങനെ 3 പേര് എഴുതി വെക്കാം. ബി എന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാനിവിടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ വലിയ മാർക്കിനൊക്കെ വരുമ്പോഴത്തേനും 5 മാർക്കിനൊക്കെ വരുമ്പോഴത്തേനും
നേരത്തെ ഞാൻ ഡിഫറൻസ് ബിറ്റ്വീനിൽ തന്ന ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതണം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീനിൽ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടാണ് ഇപ്പം പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് എക്സ്പ്ലനേഷൻ തരാത്തത്. സോ സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയുമ്പോഴത്തേനും അത് ഗവൺമെൻറ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. എക്സാമ്പിൾ ചൈനയാണ്. രണ്ടാമത്തെ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുമ്പോഴത്തേനും അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ത്രൂ പ്രൈസ് മെക്കാനിസം. എക്സാമ്പിൾ USA, UK ആണ്. മൂന്നാമത്തെ മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ബോത്ത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇതും 2 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനും വരെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് നോക്കാം. മൈക്രോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സ്മോൾ എന്നാണ് അല്ലേ. സോ മൈക്രോ എക്കണോമിക്സ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മുടെ എക്കണോമിയിലുള്ള സ്മോൾ പാർട്സ്, അതായത് ചെറിയ ചെറിയ പാർട്സ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഫാമിലിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടോ ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടോ അങ്ങനെ സ്മോൾ പാർട്സിനെ പറ്റിയിട്ടാണ് ഈ മൈക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ആൾക്കാർ അല്ലെങ്കിൽ കമ്പനീസ് ഓരോരോ ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ വാങ്ങേണ്ടത്, എന്താണ് ഞങ്ങൾ വിൽക്കേണ്ടത്, എത്രത്തോളം പ്രൈസിലാണ് ഞങ്ങൾ വാങ്ങേണ്ടത്, ഇതെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. ഇപ്പോൾ ഒരു ഫാമിലി ഒരു ചോയ്സ് എടുത്താൽ അത് അവരുടെ മാത്രം ചോയ്സാണ്, എല്ലാവരെയും ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ പേഴ്സൺ, ഇൻഡിവിജ്വൽ ഫേം, ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രി, ഇൻഡിവിജ്വൽ മാർക്കറ്റ്, അങ്ങനെയുള്ള പ്രോബ്ലംസിനെയാണ് മൈക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. മാക്രോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ലാർജ് എന്നാണ്, വലുത് എന്നാണ്. അപ്പം മാക്രോ എക്കണോമിക്സ് ഹോൾ എക്കണോമി, അതായത് നമ്മുടെ ഒരു കൺട്രിയോ അല്ലെങ്കിൽ ഒരു എല്ലാം ഫുൾ വേൾഡ് മൊത്തത്തിലുള്ള കാര്യങ്ങളെയാണ് ഈ മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത്. ഫുൾ ഹോൾ എക്കണോമി അല്ലെങ്കിൽ ഹോൾ കൺട്രി, ഹോൾ വേൾഡിൻ്റെ കാര്യങ്ങൾ മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ടല്ലോ, ബിഗ് ഇഷ്യൂസ്, എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വലിയ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് ഇവിടെയുള്ളത്. ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ. ഇപ്പം എന്താ പറയുക, പ്രൈസ് ഓരോരോ നമ്മുടെ തിങ്സിൻ്റെ പ്രൈസ് കൂടുമ്പോഴത്തേനും അതെല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോഴത്തേനും അതെല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എക്കണോമിക് ഗ്രോത്ത് എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പെടുത്തുന്നത്. അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ വായിച്ചു നോക്കുക. കോളം A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പോൾ വീഡിയോ പോസ് ആക്കിയിട്ട് നിങ്ങൾക്കിത് ആൻസർ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ ആൻസർ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്താണ്, പ്രൈസിങ് ഓഫ് എ ഫേം ആണ് അല്ലേ. പ്രൈസിങ് ഓഫ് എ ഫേം എന്ന് പറയുമ്പോൾ ഒരു ഫേമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാമിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മൈക്രോ ആണ്, സ്മോൾ ആണ്. അതുപോലെ തന്നെ സിയിൽ എന്താ വരുന്നത്, സാലറി ഓഫ് എ വർക്കർ. സാലറി ഓഫ് വർക്കർ എന്ന് പറയുമ്പോൾ ആ വർക്കറിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഫേമിനെ മാത്രം അല്ലെങ്കിൽ ഒരു വർക്കറിനെ മാത്രം, ഒരാളെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും കേട്ടോ. രണ്ടാമത്തെ മാക്രോ എക്കണോമിക്സ് എന്താണ്, ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, അതും എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നോർമേറ്റീവ് എക്കണോമിക്സ് എന്താണ്, വാട്ട് ഓട്ട് ടു ബി ആണ്. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഓഫ് മെക്കാനിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഈ മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് മാത്രമല്ല ചോദിക്കുന്നത്. ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ തന്നിട്ട് അത് മൈക്രോ എക്കണോമിക്സ് ആണോ മാക്രോ എക്കണോമിക്സ് ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ആൻസർ നോക്കി ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സ് ആയിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ആ ഇൻഡിവിജ്വൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിച്ചു അതെന്താണ്, മൈക്രോ എക്കണോമിക്സ് ആണ്. അതുപോലെ പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ മാത്രം പ്രോഫിറ്റാണ്, അതെന്താണ്, മൈക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് ഏതൊക്കെയാണ്, എക്കണോമിക് ഗ്രോത്ത്, എക്കണോമീനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്ന കാര്യം. ജനറൽ പ്രൈസ് ലെവൽ, അത് നമ്മളെല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ അത് തരാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത കുറച്ച് വാക്കുകൾ ഇതിലുണ്ടാവും. അപ്പം എങ്ങനെയൊക്കെ എന്തൊക്കെ വാക്കുകൾ വന്നാലും നിങ്ങൾക്കത് ക്ലാസിഫൈ ചെയ്ത് മൈക്രോ ആണ് മാക്രോ ആണ് എന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ട് അറിയണം. അപ്പോൾ അത് വായിക്കാം. യൂട്ടിലിറ്റി, ഇൻഫ്ലേഷൻ, പ്രൈസ് ഓഫ് റൈസ്,
ടാക്സസ്, GDP, റെൻറ്റ് റിസീവ്ഡ് ബൈ ഷോപ്പ് ഓണർ, എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ്, അഗ്രഗേറ്റ് ഡിമാൻഡ്. സോ മൈക്രോ ഏതൊക്കെയാണ്? യൂട്ടിലിറ്റി, പ്രൈസ് ഓഫ് റൈസ്, റെൻറ്റ് റിസീവ്ഡ് ബൈ ഷോപ്പ് ഓണർ, എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ്. ഇതാണ് മൈക്രോ. മാക്രോ ഏതൊക്കെയാണ്? ഇൻഫ്ലേഷൻ വരുന്നുണ്ട്, ടാക്സസ് വരുന്നുണ്ട്, GDP വരുന്നുണ്ട്, അഗ്രഗേറ്റ് ഡിമാൻഡ് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ ഇടുക. ഇതും ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ആൻസർ ചെയ്യുക. ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. RBI അനൗൺസസ് എ ന്യൂ മോണിറ്ററി പോളിസി. രാമു പർച്ചേസ്ഡ് ബനാന ഫ്രം ദ മാർക്കറ്റ്. GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻഡ്. അബ്നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ എ മോണോപോളി ഫേം. അപ്പോൾ A ആണോ, B ആണോ, C ആണോ, D ആണോ, അങ്ങനെ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ആൻസർ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ആൻസർ ഇടുന്ന ആൾക്കാരുടെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ഫസ്റ്റ് തന്നെ ഇടുന്ന കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൂടെ നോർമേറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് പോയാൽ മതി, അങ്ങനെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പം എങ്ങാനും ഇനി എക്സാമിന് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നോക്കി വെച്ചിട്ട് പോവാട്ടോ. നമ്മളൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല, എല്ലാം പഠിക്കുക. ഇത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാംസിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ എക്സാംസിന് ഇങ്ങനെ ഈ ഞാൻ തന്നതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.